പകർപ്പവകാശത്തിലെ അവകാശ ലംഘനങ്ങൾ എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ പുസ്തകം, സംഗീതം, സിനിമ, ഡിജിറ്റൽ പ്രോപ്പർട്ടി, സോഫ്റ്റ്വെയർ അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിക്കുന്നതാണ് സത്യത്തിൽ ഈ പകർപ്പവകാശം എന്ന് പറയുന്നത്. ഇതിനൊക്കെ പകർപ്പവകാശമുണ്ട്. അപ്പം ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ നമുക്കതിൻ്റെ സമഗ്രതയിലേക്ക് പോകുന്നതിന് പരിമിതികളുണ്ട്. നിയമപരമായിട്ട് ഈ വിഷയത്തെ സമീപിക്കുന്ന അരുൾസ്കറിയ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഇത്തരം മാധ്യമങ്ങളുമായി നിരന്തരം ഇടപെടുന്ന വിജയ് ജെയിംസ് തുടങ്ങി 2 പേരാണ് നമ്മളോടൊപ്പം ഈ സംവാദത്തിന് ഇരിക്കുന്നത്. ഈ 2 പേർ ഇവിടെ വരുന്നതിൻ്റെ കാരണം പകർപ്പവകാശം എന്നത് സത്യത്തിൽ വളരെ പൂർണ്ണമായും നിയമത്തെ അടിസ്ഥാനമാക്കി വളരെ സാങ്കേതികത്വമുള്ള ഒരു വിഷയമാണ്. അതേസമയത്ത് ആ വിഷയത്തിൻ്റെ വിഷയത്തിൻ്റെ സാങ്കേതികതയേക്കാൾ അതിൻ്റെ വൈകാരിക തലം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം, സിനിമ കഥകൾ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം, ക്രിയേറ്റീവായിട്ടുള്ള പ്രോസസ്സിൽ ഇടപെടുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈകാരിക പ്രശ്നമാണ്. അതേ സമയത്ത് ഇത് നിയമപരമായിട്ട് ഇത് തീർത്തും സാങ്കേതികവുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ചർച്ചയാണ് നമുക്കിവിടെ സാധ്യമാകുന്നത്. അത് തുടക്കത്തിൽ തന്നെ എന്താണ് പകർപ്പവകാശം എന്ന് തുടങ്ങിക്കൊണ്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അരുൾ. താങ്ക് യു പ്രവീൺ. ഒരുപക്ഷെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു ചോദ്യത്തിലാണ് പ്രവീൺ തുടങ്ങുന്നത്, എന്താണ് പകർപ്പവകാശമെന്ന്. അതിന് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വളരെ ലളിതമായ ഉത്തരം എഴുത്തുകാരുടെയും അല്ലെങ്കിൽ സംഗീതജ്ഞരുടെയും അല്ലെങ്കിൽ പ്രസാധകരുടെയും അല്ലെങ്കിൽ മ്യൂസിക് കമ്പനികളുടെയും അവകാശമാണ് പകർപ്പവകാശം എന്നതാണ്. പക്ഷെ അതൊരു ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. അപ്പോൾ അത് ആ ഒരു തിരിച്ചറിവാണ് ഒരുപക്ഷെ നമുക്ക് ആദ്യം തന്നെ ഇക്കാര്യത്തിൽ വേണ്ടത്. 2 കാര്യം കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒന്ന്, പ്രവീൺ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ വരും എന്നുള്ളത് കാര്യമായി മാറി മറിഞ്ഞിട്ടുണ്ട്. ഇത് തുടങ്ങുന്ന സമയത്ത് പ്രിൻ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ പുസ്തകങ്ങളുടെ മേലുള്ള അവകാശമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. പിന്നീട് മാപ്പ്, പിന്നീട് മ്യൂസിക്, അങ്ങനെ പല കാര്യങ്ങൾ വന്നു. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പോലെ സോഫ്റ്റ്വെയർ പോലും വന്നു. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ബൈനറി കോഡ്സ് 1ഉം 0ഉം ആണ് അതിനകത്തുള്ളത്. അതിനകത്ത് എന്ത് ലിറ്റററി പ്രോപ്പർട്ടിയാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്തേക്കാം. പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ ആ ഒരു ഇതാണ് ഈ പറയുന്ന പോലെ ലോകരാജ്യങ്ങൾ എടുത്തത്. നമുക്ക് പേറ്റൻറ്റ് ആ ഏരിയയിൽ വേണ്ട, അതിന് പകരം നമുക്ക് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ മതി എന്നുള്ളൊരു സമീപനമാണ് മിക്ക രാജ്യങ്ങളും എടുത്തത്. പക്ഷേ ഇതൊക്കെ കൊണ്ട് സംഭവിച്ചൊരു വലിയൊരു പ്രശ്നം, എന്തൊക്കെ കാര്യങ്ങൾ കോപ്പിറൈറ്റിന് കീഴിൽ വരാമെന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ അവ്യക്തത പല രാജ്യങ്ങളിലും ഉണ്ട്. അത് തുടരുക തന്നെയാണ് ചെയ്യുക. ഇന്ത്യയുടെ നമ്മൾ പ്രത്യേക ഇത് സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്റ്റിൽ നമ്മൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, ഈ ആക്ടിന് കീഴിൽ വരുന്ന സബ്ജക്റ്റ് മാറ്ററുകൾ മാത്രമായിരിക്കും കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ലിറ്റററി വർക്ക്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി കാണാം. അതിനുള്ളിലാണ് ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ, ആർട്ടിക്കിൾസ് എല്ലാം വരിക. പിന്നെ മ്യൂസിക്കൽ വർക്ക്സ് എന്ന് പറയുന്നൊരു സാധനം വരുന്നുണ്ട്, അവിടെയാണ് ഈ മ്യൂസിക്കൽ കമ്പോസിഷൻസ് വരുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫിക് വർക്ക്സ് ഉണ്ട്, സൗണ്ട് റെക്കോർഡിങ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ കോപ്പിറൈറ്റ് ഒതുങ്ങി നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം ഒന്നാമതുണ്ട്. അപ്പോൾ അതാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നതിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും നമ്മൾ കോപ്പിറൈറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പം അത് എഴുത്തുകാരുടെ അല്ലെങ്കിൽ പ്രസാധകരുടെ മാത്രം അവകാശമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതിനെ. അതിലൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പം ഈ പറയുന്ന നമ്മളുടെ കോപ്പിറൈറ്റ് ആക്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ട് സ്ട്രക്ചർ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എഴുത്തുകാർക്കും അല്ലെങ്കിൽ ഈ ക്രിയേറ്റേഴ്സിനും നൽകുന്ന പോലെ തന്നെ ഈ പറയുന്ന സമൂഹത്തിനും നമ്മുടെ കോപ്പിറൈറ്റ് ലോയിലൂടെ ഒട്ടനവധി റൈറ്റ്സ് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിനെ ഓവർലുക്ക് ചെയ്തുകൊണ്ടുള്ള ഏതൊരു ഡെഫിനിഷനും തീർച്ചയായും അപൂർണമായൊരു ഡെഫിനേഷനാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഏറ്റവും അധികം തിരിച്ചറിയേണ്ടത്. നമ്മളിപ്പോൾ കോപ്പിറൈറ്റെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഈ പറയുന്ന ക്രിയേറ്റേഴ്സിൻ്റെ മാത്രം റൈറ്റാണ് എന്ന് ഉള്ള തെറ്റിദ്ധാരണ ആദ്യമേ മാറ്റുക.
അത് സമൂഹത്തിൽ, അതായത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉൾപ്പെടെയുള്ള അവകാശങ്ങളെക്കുറിച്ച് കൂടി സംസാരിക്കുന്ന ഒരു മേഖലയാണെന്നുള്ളൊരു തിരിച്ചറിവ് വളരെയധികം ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ നമ്മളോടൊപ്പം ഉള്ളതൊരു എഴുത്തുകാരനാണ് വിജയ് ജെയിംസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഇതിൽ കുറേ വൈകാരികത ഉണ്ട്. ഞാൻ ഈ വിഷയം കിട്ടിയ സമയത്ത് മലയാളത്തിലെ ഈ എഗ്രിമെൻറ്റുകളുടെ ഒരു പുസ്തക പ്രസാധനത്തിലുള്ള എഗ്രിമെൻറ്റുകൾ കുറേ എണ്ണം ഞാൻ വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തോന്നി വളരെ കൗതുകകരമായ കാര്യങ്ങൾ. ഒന്ന്, ചില പ്രസാധകർ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല, പക്ഷേ കൃത്യമായിട്ട് വിൽക്കുന്ന കോപ്പികൾക്ക് പണം കൊടുക്കുന്നുണ്ട്. പല സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ചില പ്രസാധകരാണ്. അവർ കൃത്യമായിട്ട് ഇത്ര കോപ്പി വിറ്റു എന്നുള്ളത്, കാരണം അത് ഈ സംഘടനയുടെ ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് കോപ്പിക്ക് പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു എഗ്രിമെൻറ്റും ഇല്ല. എഴുത്തുകാരൻ എപ്പോൾ വേണമെങ്കിലും ആ പുസ്തകം എടുത്ത് പോകാൻ പറ്റും. രണ്ടാമത്തത്, എഗ്രിമെൻറ്റുകളുണ്ട്, പക്ഷേ അത് ഒന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള തരത്തിലുള്ള എഗ്രിമെൻറ്റുകളുണ്ട്. ചിലതിൽ എഗ്രിമെൻറ്റുകളില്ല, ഒന്നും പാലിക്കുന്നുമില്ല, പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു, അതോടുകൂടി അതിൻ്റെ കഥ കഴിഞ്ഞു. ഇപ്പോൾ എഴുത്തുകാരന് പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടുന്നില്ല, ആരൊക്കെ വിൽക്കുന്നു, ആ ലെവലിലാണ് മിക്കവാറും. അങ്ങനെ തന്നെയാണ് പുതിയ എഴുത്തുകാരുടേതോ അല്ലെങ്കിൽ ചെറിയ പ്രസാധകർക്കോ അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. വേറെ ഒന്നുള്ളത്, വളരെ സങ്കീർണമായ എഗ്രിമെൻറ്റുകളുണ്ട്. ഏകദേശം ഒരു 5-6 പേജുള്ള എഗ്രിമെൻറ്റുകളുണ്ട്. ചില പ്രസാധകർക്കാണെങ്കിൽ 2-3 പേജുള്ള എഗ്രിമെൻറ്റുകളുണ്ട്. അതിനേക്കാൾ ഉപരി വളരെ ഒറ്റ പേജിൽ എഗ്രിമെൻ്റ് എഴുതുകയും അത് പാലിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും ഇവരൊന്നും ഈ സങ്കീർണമായ എഗ്രിമെൻറ്റുകളുള്ള ആളുകളൊന്നും പാലിക്കുന്നില്ല എന്നുള്ളതല്ല, ഇവരൊക്കെ പാലിക്കുന്നുണ്ട്. ഇങ്ങനെ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരൻ നിയമപരമായിട്ട് നിയമത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒരു പരിചയമില്ലാത്ത ആളാണ്. ഇയാൾ ഈ ക്രിയേറ്റീവ് റൈറ്റർ എന്ന് പറയുന്ന ആൾ ഇതൊന്നും ചിലപ്പോൾ ഫീൽ ചെയ്യുന്ന ആളായിരിക്കില്ല. താങ്കൾക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളെ പറ്റിയുള്ളൊരു എക്സ്പീരിയൻസ്? ഞാനൊരു 25 വർഷമായി ഇപ്പം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം. താങ്കളുടെ തന്നെ പ്രസാധകരെ പറ്റി പറയണമെന്നില്ല, ഇല്ല, ഞാൻ പറയാം, എൻ്റെ അനുഭവമായിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ എഗ്രിമെൻറ്റുകൾ ഈ രൂപത്തിൽ ഇപ്പോൾ എത്തുന്നതിന് മുമ്പ് ഒരുപാട് എവല്യൂഷൻസ് അതിനകത്ത് നടന്നിട്ടുണ്ടാവും. ആദ്യമൊക്കെ പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് ഒരുപക്ഷെ എഗ്രിമെൻ്റ് പോലും ഉണ്ടാവത്തില്ല, ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കാം അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഒരു നിർദ്ദേശമായിട്ട് തോന്നുന്നു, ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പുസ്തകങ്ങൾ പലരുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളപ്പോഴേക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ എഗ്രിമെൻറ്റുകൾ കൂടി കണ്ടീഷൻസ് വായിക്കുന്നത് കാണുമ്പോൾ ഇതെങ്ങനെ വായിച്ച് മനസ്സിലാക്കുമെന്ന് പോലും ഞാൻ ഭയന്നു പോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. കാരണം അത്ര ക്ലോസസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ ഓരോന്നും അതിൻ്റെ അർത്ഥം അറിഞ്ഞ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ഓരോ വാക്കിൻ്റെയും ചിലപ്പോൾ അർത്ഥങ്ങൾ നമ്മൾ പോയി ഡിക്ഷണറിയൊക്കെ നോക്കി മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ട് പോലും വരുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു എഴുത്തുകാരൻ, കാരണം എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പരസ്പര വിശ്വാസമുണ്ട്. ഇപ്പോൾ എനിക്കും ഞാൻ ഇടപെടും, നമ്മൾ രണ്ടുപേരും എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂച്വലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എത്തുന്ന ഒരു കാര്യം. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്, ഇപ്പോൾ എല്ലാം ഇങ്ങനെ പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാ പ്രസാധകരുടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ ഉൾപ്പെടെയുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ എഗ്രിമെൻ്റ് എത്തുമ്പോൾ അതിനകത്ത് ഈ എഴുത്തുകാരൻ്റേതായ ഒരു പ്രത്യേക കോൺട്രിബ്യൂഷൻ വരുന്നില്ല എന്നുള്ള ഒരു പരസ്പരം മ്യൂച്വൽ ആണെങ്കിൽ എഴുത്തുകാരന് പറയാനുള്ളതും കൂടി കേട്ടിട്ട് ഉണ്ടാകുന്ന ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ നിലവിൽ ഒരിടത്തും അത് നമ്മൾ കാണുന്നില്ല, അപ്പോൾ മലയാളത്തിലായാലും ഇതര ഭാഷകളിലായാലും. അതിനൊരു കാരണം എഴുത്തുകാരന് വേണ്ടി സംസാരിക്കാനോ ഈ കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ ഇടപെടുവാനോ ഉള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടനയില്ലായ്മയോ ആയിരിക്കും. മറ്റ് പലയിടങ്ങളിൽ അതുള്ളത് കൊണ്ടും ഇവിടെ അത് ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കും. ഞാൻ വളരെ ജനറലായിട്ട് മാറിയെന്ന് നോക്കുകയാണ്. രണ്ടുപേർക്കും ഗുണകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പ്രസാധകനും എഴുത്തുകാരനും ഒരേപോലെ ഗുണകരമായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു മ്യൂച്വലായി ഒരു രണ്ടുപേരും തമ്മിൽ ഒരു സംസാരത്തിലൂടെ എഗ്രി ചെയ്തിട്ടുണ്ടാകുന്ന ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതില്ല. അതിന് കാരണം ഇനി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരികയാണ്. കാരണം പ്രസാധനത്തിൻ്റെ പുതിയ തലങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇനി അറിയാൻ പോലും മേലാത്ത തലങ്ങൾ പോലും ഇനി വരാനിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ചിന്തിക്കേണ്ടതുണ്ടോ എന്ന ഒരു നിർദ്ദേശമാണ്. അതിൻ്റെ ഒരു ചിന്ത എല്ലാവരിലേക്കും ഉണ്ടാവണമെന്നൊരു നിർദ്ദേശമാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. പിന്നീട് നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഈ വിജയ് ജെയിംസ് ഉദ്ദേശിച്ചത് എഴുത്തുകാർക്ക് വേണ്ടി ഇതിലാരും സംസാരിക്കുന്നില്ല. മാത്രമല്ല, ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒരു 2 പേർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആകുമ്പോൾ അതിൽ ഒരാളുടെ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഇത്തരം എഗ്രിമെൻറ്റുകളെ പറ്റിയിട്ട് നിയമപരമായിട്ട് എന്താ പറയുക? അതെ, അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ രാജ്യത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്
ഇപ്പം ജെയിംസ് ഏട്ടൻ സൂചിപ്പിച്ച ഒരു വിഷയം തന്നെയാണ്. അതായത് നമ്മളൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിന് പോകുമ്പോൾ അത് ഒരു തുല്യ നിലയിലുള്ള ചർച്ചയാണോ അവിടെ നടക്കുന്നത്, അതോ നമ്മളുടെ മേലൊരു എഗ്രിമെൻ്റ് അടിച്ചേൽപ്പിക്കുകയാണോ എന്നുള്ളത്. ഇന്ത്യയിലെ വളരെ ചുരുക്കം, മേ ബി വിരലിൽ എണ്ണാവുന്ന ഓതേഴ്സിൽ ഒഴിച്ച് ബാക്കി എല്ലാവരിലും സംഭവിക്കുന്നത് പ്രസാദകനൊരു കോൺട്രാക്റ്റ് കൈ കൊടുക്കും, ഒന്നെങ്കിൽ സൈൻ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ പോകുക. ഈ ഒരു നിലപാടാണ് പൊതുവിൽ സമീപിക്കുന്നത് പല ഈ പറയുന്ന വലിയ പ്രസാധകരും എടുക്കുന്നത്. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ പല അവസരങ്ങളിലും ചിലപ്പം കോൺട്രാക്റ്റ് പോലും ഉണ്ടാവാത്ത അവസ്ഥകളുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു വലിയ കോൺട്രവേഴ്സി ഇവിടെ ഉണ്ടായ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യവുമാണ്. അപ്പോൾ ഇതിന് നിയമപരമായി നോക്കുകയാണെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ഒരു ഇതിൽ നിന്ന് കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു അൺഡു ക്യോർഷനിലുണ്ടായൊരു നിയമ കരാറിന് സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അവരപ്പുറത്തെ സൈഡിൽ നിന്ന് പലതും വാദിക്കും. ഉദാഹരണത്തിന് നമുക്ക് പൈസ തന്നിട്ടുണ്ട്, അങ്ങനെ പല ഇതും പറഞ്ഞ് ഇവിടെ ഒരു അൺഡു ക്യോർഷൻ ഇല്ലായിരുന്നു, ഇത് രണ്ടുപേരും ഈക്വലായി എഗ്രി ചെയ്ത് ഉണ്ടാക്കിയൊരു കോൺട്രാക്റ്റ് ആണെന്നാണ് പലപ്പോഴും പറയുകയും അല്ലെങ്കിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യം. പക്ഷേ അതേസമയം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയധികം എവല്യൂഷനുകളിലൂടെ കടന്നു പോയതാണ്. നമ്മളുടെ കോപ്പിറൈറ്റ് ആക്ടിന് ചില തനതായ പ്രത്യേകതകളുമുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇപ്പം ഈ ഒരു എഗ്രിമെൻ്റ് ഒരു പ്രസാധകൻ നൽകുന്നു എന്ന് വിചാരിക്കുക, അതിൽ പീരീഡ് ഓഫ് ഡ്യൂറേഷൻ എന്നെത്ര നാളത്തേക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോപ്പിറൈറ്റ് നിയമപ്രകാരം അതിന് 5 വർഷം മാത്രമേ സാധ്യതയുള്ളൂ. 5 വർഷം കഴിയുമ്പോൾ തിരിച്ചത് ഓർഡറിലേക്ക് തന്നെ റിവേർട്ട് ആവും. അതുപോലെ തന്നെയുള്ളൊരു പ്രത്യേകതയാണ് ടെറിട്ടറി. ഇത് ഏത് ടെറിട്ടറിയിലേക്കാണ് ഞാൻ റൈറ്റ്സ് അസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോപ്പിറൈറ്റ് ലോയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ത്യ മഹാരാജ്യത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കും. പുറത്തുള്ള രാജ്യങ്ങളിലേക്കുള്ള അവകാശം ഈ പറയുന്ന കോപ്പിറൈറ്റ് ഈ ഹോൾഡറിന് ആർക്ക് വേണമെങ്കിലും കൊടുക്കാമെന്നുള്ളത്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് 1 വർഷത്തിനകം അസൈൻമെൻറ്റ് 1 വർഷത്തിനകം ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും തിരിച്ച് ആ പറയുന്ന ഓർഡറിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രൊവിഷൻ നമ്മളുടെ കോപ്പിറൈറ്റ് ആക്റ്റിലുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല വക്കീലുമാർക്കും ഈ പറയുന്ന പോലെ ഇത്തരം പ്രത്യേകമായ ഈ പറയുന്ന പോലെ പ്രൊവിഷൻസ് നമ്മുടെ കോപ്പിറൈറ്റ് ലോയിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുത അറിഞ്ഞുകൂടാ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഏതെങ്കിലും ഇൻ്റർനെറ്റിൽ കിട്ടുന്നൊരു എഗ്രിമെൻ്റ് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് നേരെ സാധനം സൈൻ ചെയ്യും. അത് പലപ്പോഴും നമ്മുടെ കോപ്പിറൈറ്റ് ലോയുമായിട്ട് ഈ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി കംപ്ലൈൻ്റ് ആവണം എന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ഉദാഹരണത്തിനൊരു പ്രൊവിഷൻ ചേർക്കുകയാണ്, അതായത് ഇപ്പോൾ ഉള്ള മാധ്യമങ്ങൾ മാത്രമല്ല ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന മാധ്യമങ്ങളിലേക്കും കൂടെയുള്ള അവകാശം ഞാൻ ഇതുവഴി എഴുതി കൊടുക്കുന്നു എന്നൊരു പ്രൊവിഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണമായിട്ട് എന്നോട് പറയുകയാണ്, ആ ഒരു പ്രൊവിഷൻ ഇന്ത്യയിൽ ഒരു കോടതിക്ക് നടപ്പാക്കാൻ സാധിക്കില്ല, കാരണം അങ്ങനെ ചെയ്യരുതെന്ന് നമ്മുടെ കോപ്പിറൈറ്റ് ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ഏതൊക്കെ മീഡിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിലേക്ക് മാത്രമേ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ലൈസൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതല്ല വേറെ പല രാജ്യങ്ങളിലെയും കോപ്പിറൈറ്റ് നിയമത്തിലുള്ള വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയ ഇപ്പോഴത്തെ വക്കീലന്മാരെല്ലാം ജനറേറ്റ് ചെയ്ത ടൂൾസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഡീപ് സീക്ക് അല്ലെങ്കിൽ ചാറ്റ് GPT നിന്ന് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ, കാരണം ഈ പറയുന്ന പോലെ LLMs മിക്കതും വിദേശ രാജ്യങ്ങളിലെ ഡേറ്റയിൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട് അവിടുത്തെ നിയമത്തിനനുസൃതമായിട്ടൊരു കോൺട്രാക്റ്റാണത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെ അവകാശങ്ങളാണ് ഇന്ത്യൻ കോപ്പിറൈറ്റോ നമുക്ക് തരുന്നതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാവേണ്ടതുണ്ട്. അവിടെ എനിക്ക് തോന്നുന്ന ജെയിംസൺ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ എൻ്റെ അറിവിലും ഈ പറയുന്ന പോലെ എഴുത്തുകാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു നല്ല സംഘടനയില്ല. അമേരിക്ക മുതലാളിത്ത രാജ്യമാണ്, പക്ഷെ അവിടെ നമ്മൾ പലപ്പോഴും കാണുന്നൊരു ബാലൻസിങ് ഔട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓതേഴ്സ് ഗിൽഡ് പോലെ ഓതേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഘടനകൾ പലപ്പോഴും ഈ പറയുന്ന പോലെ പ്രസാധകരുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൂവി പ്രൊഡക്ഷൻ കമ്പനീസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസവും നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒന്നാണ്. ഇടയ്ക്ക് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി 2 ചോദ്യം കൂടി ചോദിക്കണം. ഒന്ന്, സാധാരണഗതിയിൽ കോപ്പിറൈറ്റിൻ്റെ പീരീഡ് എങ്ങനെയാണ്? മ്യൂസിക് അടക്കമുള്ളത്, പുസ്തകത്തിനും മ്യൂസിക്കിനും. 2, ഇതിൽ എന്തെങ്കിലും എക്സ്ക്ലൂഷൻസ് ഉണ്ടോ എന്നുള്ളത്. അഗൈൻ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അപ്പോൾ 2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, നമ്മൾ കോപ്പിറൈറ്റ് ലോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കോപ്പിറൈറ്റ് ലോ ടെറിറ്റോറിയൽ ആണെന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ കോപ്പിറൈറ്റ് ലോയുടെ കീഴിൽ നമുക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ മാത്രമുള്ളതാണ്. പക്ഷേ നമുക്ക് വേറെ രാജ്യങ്ങളിൽ കോപ്പിറൈറ്റ് കിട്ടുന്നില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കാരണം ദർ ആർ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് കവറിങ് ദീസ് ആസ്പെക്ട്സ്. അവിടെ നമുക്ക് ആ രാജ്യത്ത് എത്രയാണോ
അല്ലെ എന്താണോ അവിടുത്തെ കോപ്പിറൈറ്റ് ലോയിൽ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ചോദ്യത്തിൽ ആ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യയിലെ നിയമം വെച്ച് നോക്കുമ്പോൾ ലിറ്റററി വർക്ക്സിന്, അതായത് ഇപ്പം ഈ ബുക്സ്, ആർട്ടിക്കിൾസ് എക്സെട്ര, അതിൽ വരുന്ന നമ്മൾ കൊടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓതറുടെ ജീവിത സമയവും പിന്നെ 60 വർഷമാണ്. പക്ഷേ ചില രാജ്യങ്ങളുണ്ട്, ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതിനേക്കാൾ അത് കൂടുതലാണ് ആക്ച്വലി. അപ്പോൾ നമ്മുടെ വർക്ക് ഒരുപക്ഷെ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷനിലായിരിക്കും ഇന്ത്യയിൽ, പക്ഷേ വേറൊരു രാജ്യത്ത് ഒരുപക്ഷെ അത് ഓൾറെഡി പബ്ലിക് ഡൊമൈനിൽ എത്തിയിരിക്കാം. തിരിച്ചും സംഭവിക്കാം, നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ പബ്ലിക് ഡൊമൈനിൽ ഒരു വർക്ക് എൻ്റർ ചെയ്തിരിക്കാം, പക്ഷേ മറ്റൊരു രാജ്യത്ത് ആ വർക്ക് കോപ്പിറൈറ്റിൽ തന്നെ തുടരുന്നുണ്ടാവാം. അപ്പം ഈ ഒരു എന്താ പറയുക ന്യൂആൻസ് അതിനകത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എനിക്ക് തോന്നുന്നത് പ്രദീപ് ചോദിച്ചൊരിത് മ്യൂസിക്കിനെ കുറിച്ചാണ്. മ്യൂസിക് എന്ന് പറയുന്നത് ഒരു ഒറ്റ കോപ്പിറൈറ്റ് അല്ല, അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഇതിനകത്ത് ലിറിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ കോപ്പിറൈറ്റ് ലോ കാണുന്നത് ഒരു ലിറ്റററി വർക്കായിട്ടാണ്. അപ്പോൾ ലിറിക്സിന് ഒരു ഡ്യൂറേഷൻ ആയിരിക്കും പ്രൊട്ടക്ഷൻ ഉള്ളത്. ഈ പറയുന്ന പോലെ അഗെയിൻ ഓതേഴ്സ് ലൈഫ് ടൈം പ്ലസ് 60 years ആണ്. മ്യൂസിക്കൽ കമ്പോസിഷനെ നമ്മൾ മ്യൂസിക്കൽ വർക്കായിട്ടാണ് കോപ്പിറൈറ്റ് ലോയിൽ കാണുന്നത്. അഗെയിൻ ഓതേഴ്സ് ലൈഫ് ടൈം പ്ലസ് 60 years. ദെൻ ഇതിനകത്ത് സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ടല്ലോ, നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ കമ്പനീസ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇത് ചെയ്യുമല്ലോ, അതിന് 60 years മാത്രമാണ് പ്രൊട്ടക്ഷൻ. അപ്പം മ്യൂസിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മ്യൂസിക്കിലെ ഏത് കോപ്പിറൈറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മളതിനെ ലിറിക്സിനെ കുറിച്ചാണോ, അതിൻ്റെ കമ്പോസിഷനെ കുറിച്ചാണോ, അതോ ഈ റെക്കോർഡിങ്ങിനെ കുറിച്ചാണോ എന്ന്. അപ്പോൾ ഏതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുള്ളതനുസരിച്ചിട്ട് ഈ പറയുന്ന പോലെ ടേം ഓഫ് പ്രൊട്ടക്ഷനും വളരെയധികം മാറും. ഈ നമ്മൾ എഴുത്തുകാരൻ മാത്രമല്ല, ഒരു സിനിമയുമായിട്ട് കണക്ട് ചെയ്ത ആളാണെന്നുള്ള ഒരു രൂപത്തിലായിരുന്നു ഞാൻ ഈ ഒരു ചോദ്യം തയ്യാറാക്കുന്ന സമയത്ത്. അപ്പം ഞാൻ വിജയ് ജെയിംസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന അദ്ദേഹത്തിൻ്റെ ചോരശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഒരു സിനിമയാണ് എന്നുള്ളത് എന്ന ധാരണയിലാണ് ഞാൻ ചർച്ച തുടങ്ങിയത്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജെയിംസ് പറഞ്ഞത് അത് അങ്ങനെയല്ല സത്യം. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമ്മൾ എന്നിട്ട് ആ പുതിയ ടെക്നോളജീൻ്റെ ഇതിലേക്ക് വരാം, നമുക്ക് ഇതിൻ്റെ കോപ്പിറൈറ്റിലേക്ക് വരാം. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്യട്ടെ. അരുൾ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് പ്രസാദൻ്റെ ഭാഗത്തു നിന്നാണ് ഈ കണ്ടീഷൻസ് ഒക്കെ വെക്കുന്നത്. പക്ഷേ എനിക്ക് വ്യക്തിപരമായ അനുഭവം, ഇപ്പോൾ എനിക്ക് അത് വായിച്ച് കുറേയൊക്കെ മനസ്സിലാകുമ്പോൾ ഇന്നതിൻ്റെ ഒരു തിരുത്തൽ വരുത്തിയോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരു സാധ്യത കൂടി. അപ്പോൾ ഞാൻ അതിൽ വ്യക്തമായി ഉദ്ദേശിച്ചത് ഈ തുടങ്ങുമ്പോൾ തന്നെ, അതായത് ഈ ഒരു കോൺട്രാക്റ്റ് ഉൽപ്പത്തി ആകുന്ന സമയത്ത് തന്നെ രണ്ടുപേരുടെയും സാന്നിധ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നാവും എന്നുള്ളതാണ്. ഇത് യാദൃച്ഛികമായിട്ട് വന്ന ഈ ചോദ്യം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇപ്പോഴും ആ സിനിമയ്ക്ക് പിന്നിൽ ഞാനാണ് പ്രവർത്തിച്ചത്, അതിൽ നിന്നും വേറൊരു കഥയായിട്ടുണ്ടായതാണ് എന്നുള്ളത്. അതെന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ എന്നോട് നേരിട്ട് ചോദിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ്, പക്ഷേ ഇത് ഇറങ്ങിയ സമയത്ത് തന്നെ വിമർശനാത്മകമായിട്ട് ഫേസ്ബുക്കിലൊക്കെ പലരും എഴുതുകയും ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനതിനോടൊന്നും പ്രതികരിക്കാൻ പോയില്ല എന്നുള്ളത്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇതൊരു നൈതികതയുടെ പ്രശ്നമാണ്. ഇന്ന് നിങ്ങളെങ്ങനെയാണ് ഒരു കാര്യത്തെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രത്യേക സിനിമയിലാണെങ്കിൽ സിനിമയുടെ കഥയൊക്കെ വ്യത്യസ്തമായിരിക്കാം. ഇപ്പോൾ സംസാരിക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഒരു വിഷയമായിട്ട് എടുത്ത് ഇത് സംസാരിക്കുക പോലും ഇല്ല, അതെനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. പക്ഷേ അതിലൊരു കള്ളനെ ഒരു പുസ്തകത്തിൻ്റെ ബേസ്, ഇപ്പോൾ ചോരശാസ്ത്രം എന്നുള്ള ഒരു പുരാതന ശാസ്ത്ര ഗ്രന്ഥത്തിൽ ഒരു പ്രൊഫസർ കള്ളനെ പിടിച്ച് ഈ ചോരശാസ്ത്രം അഭ്യസിപ്പിക്കുന്നു എന്നുള്ള, അപ്പോൾ അവിടെയും ഒരു എലമെൻറ്റ്, ഈ ഒരു എലമെൻറ്റ് അതിനകത്ത് ഉപയോഗിക്കുന്നു. പക്ഷേ അവിടെ വേറൊരു പേരാണ്, ചോരശാസ്ത്രത്തിന് പകരം വേറൊരു പുസ്തകത്തിൻ്റെ പേര് കൊടുക്കുന്നു. പക്ഷേ അതിൻ്റെ അകത്തൊരു തമാശ സംഭവിച്ചത്, എനിക്ക് ചിരി വന്നത് മറ്റൊന്നുമല്ല, ഈ ചോരശാസ്ത്രം എന്നുള്ള പുസ്തകം കനകശക്തി എന്നുള്ള ആചാര്യൻ എഴുതിയതാണ് എന്ന് എനിക്കറിയാം. ഞാനത് കുറേ അന്വേഷിക്കുന്ന സാധനം എനിക്ക് കിട്ടിയില്ല, പക്ഷേ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി. അവസാനം വിജയ് ജെയിംസ് കുറേ നിയമങ്ങൾ ഉണ്ടാക്കിയാണ് ചെയ്തത് ചോരശാസ്ത്രത്തിലെ. ഇതിലെ പല നിയമങ്ങളും ഈ സിനിമയിൽ അതേപടി അദ്ദേഹം തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒറിജിനൽ ചോരശാസ്ത്രത്തിൽ ഉള്ളതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു തമാശ എനിക്ക് തോന്നിയത്. അതെനിക്ക് ചിരി വന്നതേ ഉള്ളൂ. അത് പോട്ടെ. വേറൊരു അതിലെ ചോരശാസ്ത്രത്തിലെ കള്ളൻ്റെ മകൻ, ആ കള്ളന് സ്വേദഗ്രന്ഥികളില്ലാത്തത് കൊണ്ട് ശരീരം വിയർക്കുന്ന സ്വഭാവങ്ങൾ, എപ്പോഴും വെള്ളം എപ്പോഴും കുളിക്കാൻ ആഗ്രഹിക്കും, മഴയത്ത് നനയാൻ ആഗ്രഹിക്കും. ഇതേ കഥാപാത്രം ശ്രീദേവി അവിടെ അവതരിപ്പ്, എപ്പോഴും കൂട്ടത്തിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നു, ചൂട് എന്നൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന. അപ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നൈതികതയുടെ പ്രശ്നമാണ്. നീതി വേണമെങ്കിൽ ഇതുപോലെ പല സംഭവിച്ചിട്ടുണ്ടാകാം, ചരിത്രത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടാവാം.
എനിക്ക് തന്നെ അനുഭവമുണ്ട്. അത് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നറിയത്തില്ല. പ്രസിദ്ധരായ ചില സംവിധായകരുമായിട്ട് ചിലപ്പോൾ അവർ കഥയുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്നു, സംസാരിക്കുന്നു. ആ സംസാരത്തിനിടയിൽ അയ്യോ അവിടെ ഇങ്ങനെ വന്നത് എനിക്ക് അതങ്ങോട്ട് യോജിച്ചില്ല, അത് ശരിയാവില്ല എനിക്ക് എന്ന് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആ ചെറിയ ആ ത്രെഡ് ഉണ്ടല്ലോ, കോർ ത്രെഡ് എടുത്തിട്ട് അദ്ദേഹം അടുത്ത സിനിമ പുതിയ സിനിമയായിട്ട് വരുമ്പോൾ ആ ത്രെഡായിരിക്കും അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികം അത് എഴുത്തുകാരൻ കൂടിയായ സംവിധായകനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇവരൊക്കെ ഒരുപക്ഷെ നോക്കുന്നത് ഈ ത്രെഡ് കിട്ടുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ പേരെടുത്ത് പറയാത്തത് അതിൻ്റെ ആവശ്യമില്ല. കാരണം സിനിമയിലായാലും മറ്റിടങ്ങളിലായാലും ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതൊരു വിരോധത്തിൻ്റെ പേരിലൊന്നുമല്ല, ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെങ്ങനെ സംഭവിക്കും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അബദ്ധം അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ചോരശാസ്ത്രം സിനിമയാക്കാനായിട്ട് ചിലരൊക്കെ ശ്രമിക്കുകയും അങ്ങനെ ഈ കഥ ഞാനിങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അയ്യോ ഇതൊക്കെ നേരത്തെ വന്നു പോയതാണ്, സിനിമയിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് തിരിച്ചെന്നോട് പറയുകയും, അതിനേക്കാൾ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ആദ്യം കണ്ട ഒരാൾ പിന്നീട് ചോരശാസ്ത്രം വായിക്കുമ്പോൾ സിനിമയിൽ നിന്ന് ഒരുപാട് ഈ എഴുത്തുകാരൻ എടുത്തിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന തമാശകൾ പോലും സംഭവിക്കുന്നു. ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങളെന്ന് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഈ ചോരശാസ്ത്രം കൂടി മോഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു കൗതുകം. പുസ്തകേ ചോരശാസ്ത്രമാണ്, പിന്നെ അത് ആളുകൾ മോഷ്ടിക്കുന്നു. അപ്പം ഈ മോഷണത്തിനെ പറ്റിയിട്ടുണ്ട് ഇത് പല സിനിമാക്കാരുടെ ഒരു പ്രശ്നമാണ്. എന്താ വെച്ചാൽ എന്നോട് കഥ ചോദിച്ചു, ഞാൻ കഥ പറഞ്ഞു, പിന്നെ നാളെ പിന്നീട് പോയി നോക്കുമ്പോൾ സ്ക്രീനിലാണ് കാണുന്നതെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇതെങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത്? എന്താണ് ഇതിലെ നിയമം? ഇതൊരു എനിക്ക് തോന്നുന്നു വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കോപ്പിറൈറ്റിലോ ആശയങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാറില്ല. അത് നമ്മളെങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ ആ എക്സ്പ്രഷന് മാത്രമാണ് കോപ്പിറൈറ്റ് ലോയിൽ പ്രൊട്ടക്ഷൻ ഉള്ളൂ. അപ്പോൾ അതൊരു കോപ്പിറൈറ്റ് ലോയിലെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഇപ്പം ജെയിംസ് ചേട്ടനൊക്കെ പറഞ്ഞ ടൈപ്പുള്ള കോൺട്രവേഴ്സീസ് വളരെ കോമണുമാണ്. അപ്പോൾ ഈ പറഞ്ഞ ബോളിവുഡ് ആയാലും നമ്മുടെ മലയാള സിനിമാ മേഖലയാണ്, തമിഴ് സിനിമാ മേഖലയാണ്, എല്ലാ മേഖലകളിലും ഇത്തരം ഈ പറയുന്ന പോലെ ആശയങ്ങൾ തിരക്കഥാകൃത്തുകളിൽ നിന്ന് എടുക്കുകയും പിന്നീട് അവർ വേറെ തിരക്കഥാകൃത്തിനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ട് നടക്കുന്നൊരു സംഭവമാണ്. ഒരു ബഹുഭൂരിപക്ഷം അത്തരം കേസുകളിലും കോപ്പിറൈറ്റ് ലോയുടെ കീഴിൽ ഈ പറയുന്ന പോലെ നിയമപരമായിട്ട് റെമഡീസ് ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആശയങ്ങൾക്ക് മേൽ കോപ്പിറൈറ്റ് ഇല്ല. നമ്മൾ ഈ പറയുന്ന പോലെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നിടത്താണ് കോപ്പിറൈറ്റ്. പക്ഷേ ഇപ്പോൾ ജെയിംസ് ചേട്ടൻ പറഞ്ഞ കഥയിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് അവിടെ പക്ഷേ അവർക്കൊരു അബദ്ധം പറ്റി. അതായത് നമ്മളിവിടെ പ്രത്യേകമായി സൃഷ്ടിച്ചെടുത്ത നിലവിലില്ലാത്ത ഒരു സാധനം അവർ ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ അതും ഇൻക്ലൂഡ് ചെയ്തു. അത് ഇത്തരം ഒരു കേസിൽ വലിയ വഴിത്തിരിവുണ്ടാക്കും. കാരണം അതൊരു സ്പെസിഫിക് എക്സ്പ്രഷൻ ആയിരുന്നു. ആ എക്സ്പ്രഷൻ കോപ്പീഡും ആയിട്ടുണ്ട്. ഇവിടെ അവർ മണ്ടത്തരമായി കാണിച്ചതാണ്. ജെയിംസ് ചേട്ടൻ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല. പക്ഷെ നേരത്തെ ഞാൻ മുമ്പത്തെ ഇവിടുത്തെ ഒരു പാനൽ ചർച്ചയ്ക്ക് ഇടയ്ക്ക് ആരോ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഈ ഡിക്ഷണറികൾക്കകത്ത് ഉള്ള കോപ്പിറൈറ്റിനെ കുറിച്ചായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം ഈ ഡിക്ഷണറികൾ ഉണ്ടാക്കുമ്പോഴും ആളുകൾ ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, അപ്പോൾ എങ്ങനെ ഇതിനകത്ത് കോപ്പിറൈറ്റ് ഉണ്ടോ? അതുപോലെ മാപ്പുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ റിവ്യൂസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ കോപ്പിറൈറ്റിൻ്റെ ഒരു വിഷയമുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ ഈ പറയുന്നുള്ള സൃഷ്ടാക്കൾ ചെയ്യുന്നൊരു പരിപാടി ബോധപൂർവം ചില തെറ്റുകൾ അതിനകത്തോട്ട് വരുത്തും. ഉദാഹരണത്തിന് നിലവിലില്ലാത്തൊരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഒരു റിവ്യൂ അതിനകത്ത് ചേർക്കും. കോപ്പി ചെയ്യുന്നവൻ അതുകൂടെ എടുത്ത് കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് ഏത് കോടതിയുടെ മുന്നിലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇവൻ ഈ എക്സ്പ്രഷൻ തന്നെയാണ് അവിടെ കോപ്പി ചെയ്തത്. അപ്പോൾ ഈ ജെയിംസൺ പറഞ്ഞ ഉദാഹരണത്തിൽ വന്നിരിക്കുന്നൊരിത് അവൻ ആ ഒരു ഇതൂടെ കോപ്പി ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ കോടതി ഈ ഒരു വിഷയത്തിൽ ഇവിടെ കോപ്പിയിങ് എക്സ്പ്രഷനിൽ നടന്നിട്ടുണ്ടെന്ന് പറയുകയും ഒരു അനുകൂലമായിട്ടുള്ള വിധി വരാനും സാധ്യതയുണ്ട്. ഒരു കേസായിട്ട് ഇത് മുന്നോട്ട് പോകാൻ ഞാനൊരു കേസ് പോലെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ ഇതിൻ്റെ നൈതികത മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ അതിൻ്റെ പുറകെ പോവുകയോ ഞാനത് റിയാക്ട് ചെയ്തിട്ട് പോലും ഇല്ല ഇതുവരെ. ചോദ്യം വന്നതുകൊണ്ട് മാത്രം പറഞ്ഞെന്നുള്ളൂ. അല്ലേ എൻ്റെ സ്വഭാവത്തിൽ ഞാനത് മിണ്ടത്തില്ല. അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇത്തരം കേസുകൾ നിരവധി ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ അവിടെ സൂചിപ്പിച്ചോട്ടെ. നമ്മളുടെ ഇന്ത്യൻ കോപ്പിറൈറ്റ് ലോയിൽ സെക്ഷൻ 57 ഒരു ഓതേഴ്സ് സ്പെഷ്യൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകമായിട്ടൊരു ഇതോടെ ചേർത്തിട്ടുണ്ട്. അതായത് സ്വന്തം കൃതിയുടെ മേൽ അതിൻ്റെ സൃഷ്ടാവ് ഞാനാണ് എന്ന് പറയാനുള്ള അവകാശം നമ്മൾ കൃത്യമായിട്ട് ഈ സെക്ഷൻ 57 ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൃഷ്ടി അല്ലെങ്കിൽ അത് എൻ്റേതല്ല എന്നും കൃത്യമായി വ്യക്തമാക്കണം എന്നൊരു ഇൻ്റർപ്രിട്ടേഷൻ അതിനകത്ത് ഉണ്ട്. അപ്പം ഈ ഒരു വേറൊരാളൊരു സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ അഡീഷണലായിട്ട് ചെയ്യേണ്ട ഒരു ഡിസ്ക്ലെയിമർ ഇത് ഈ പറയുന്ന പോലെ വിജയ് ജെയിംസിൻ്റെ സൃഷ്ടി അല്ല
എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ കൊടുക്കുക എന്നുള്ളത് ഒരു പക്ഷേ ആവശ്യമാണ്. പക്ഷേ ഇതിപ്പോൾ കേസിലേക്കൊന്നും പോയിട്ടില്ല, അത് വേറൊരു കാര്യം. അദ്ദേഹം ഒരു കൗതുകത്തിന് ആ ചോദ്യം ചോദിച്ചെന്നുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. അത് വിട്ടേരെ. എഴുത്തുകാരോട് ഇത് സത്യത്തിൽ ചോദിക്കരുതെന്ന് എന്നെ പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ച ചോദ്യമാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ കൗതുകം ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ചിരി നിർത്താൻ പറ്റാതെ ആയപ്പം ഞാനൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരു ചോദ്യം അടുത്തത്, ഈ നാടകത്തിൻ്റെയൊക്കെ സ്ഥിതി എന്താണ്? നാടകങ്ങൾ കോപ്പി ചെയ്യപ്പെടുന്ന നാടകങ്ങളായി അഡാപ്റ്റേഷൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും എനിക്ക് ഭയങ്കര രസകരമായ ചില അനുഭവങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ചും വെള്ളിക്കാശ് എന്ന് പറഞ്ഞൊരു കഥ വന്നിരുന്നു. അതും നാടകത്തിനൊക്കെ പറ്റിയൊരു തീമാണെന്ന് ഞാൻ അറിയുന്നത് പല നാടക മത്സരങ്ങളിലും വെള്ളിക്കാശ് കോളേജ് ലെവലിലും ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള മത്സരങ്ങളിലൊക്കെ ഇത് എപ്പോഴാണ് എന്നോട് വിളിച്ചു പറയുന്നത്, മത്സരത്തിന് ഒന്നാമത് എത്തുമ്പോഴത്തേക്കാണ് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച ഒരു അടുത്ത കാലത്ത് അദ്ദേഹം ഒരു അധ്യാപകനാണ്. എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും ഇത്. അത് അബദ്ധമല്ലെന്നുള്ള അദ്ദേഹത്തിന് അറിയാൻ പറയുമ്പോൾ അദ്ദേഹം ഒരു കഥയെഴുത്തുകാരൻ കൂടിയാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവാർഡ് കിട്ടി അല്ലെങ്കിൽ മേളിൽ വന്നതിന് ശേഷം നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പറയും. അപ്പം മാത്രം നമ്മൾ അറിയുന്നു ഈ ഒരു സാധനം എടുത്തു അത് നാടകമാക്കി അവതരിപ്പിച്ചു എന്നറിയുന്നത് ഒരു വല്ലാത്തൊരു അവിടെ ഒരു നൈതികതയുടെ പ്രശ്നമുണ്ടല്ലോ. ഇതിനു മുൻപ് തന്നെ വേണേൽ നമ്മളെ വിളിക്കാം, സംസാരിക്കാം, ഇങ്ങനെ ഒന്ന് എടുത്ത് നമ്മൾ തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി അനുവദിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് വരാവുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നമ്മുടെ മലയാളത്തിലെ ഒരു എഴുത്തുകാരൻ തന്നെ അനുഭവിച്ചൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം അറിയാതെ ഒരു കഥയെ നാടകമാക്കി. അപ്പോൾ കഥയെ നാടകമാക്കുന്ന ആൾ ചില സ്വാതന്ത്ര്യം അങ്ങ് പ്രയോഗിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കഥയെ നാടകമാക്കുമ്പോൾ വേണമെങ്കിൽ ഒരല്പം സ്വാതന്ത്ര്യം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമാകാവുന്ന കുറേ സന്ദർഭങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ കഥയെ എടുക്കുന്നയാൾ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കില്ല. സമൂഹത്തിൽ അത് പ്രശ്നമുണ്ടാക്കാം, സഭയിലത് പ്രശ്നമുണ്ടാക്കാവുന്ന ഒരു സ്വാതന്ത്ര്യമാകും. ഇത് എല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കും എഴുത്തുകാരൻ്റെ പേരിലായിരിക്കും അവസാനം ഈ പ്രശ്നം വരുന്നത്. കാരണം ഒറിജിനൽ എഴുതിയിരിക്കുന്ന ആൾ ആരാണ്, ഒരു പേര് കാണും, വി ജെ ജെയിംസ് അല്ലെ വേറൊരാളായിരിക്കും. പക്ഷേ നാടകത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് ഇത് പോയി. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു കാലഘട്ടത്തിൽ ഒരു അദ്ദേഹം എന്നെ ഇതുപോലെ വെള്ളിക്കാശ് ഞങ്ങൾ വളരെ സത്യസന്ധം എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, സമ്മതിച്ചു. പക്ഷേ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ എനിക്കൊന്ന് അയച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം സ്ക്രിപ്റ്റ് അയച്ചൊന്നും തന്നില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പം കുറച്ച് ഇവർ അവതരിപ്പിച്ച ഒന്നാം സമ്മാനം കിട്ടിയെന്നും പറഞ്ഞ് കുറേ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ ഈ സ്ക്രിപ്റ്റ് ചോദിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ സ്വാതന്ത്ര്യത്തെ കൈയെടുത്താനൊന്നുമല്ല. നമ്മൾ ഉദ്ദേശിക്കാത്ത ചില സാധനങ്ങൾ നമ്മുടെ പേരിൽ വരേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഒരു കാര്യം എഴുതുമ്പോൾ എൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്, ആ ജീവിത ദർശനം ഞാൻ അതിൽ ചേർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ഒരു വാചകം വന്നാൽ മതി എൻ്റെ ഫിലോസഫി ആകെ തകിടം മറിയുന്ന സന്ദർഭങ്ങളുണ്ടാകും. അപ്പം അത്തരം സന്നിഗ്ധാവസ്ഥകളിലേക്ക് എഴുത്തുകാരൻ ചെന്ന് വീഴുന്നത് സങ്കടകരമാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാനൊന്നുകൂടി ഈ ജനറലൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇപ്പോൾ കഥ എന്ന് പറയുന്ന സാധനം സിനിമ തീർത്തും വ്യത്യസ്തമായൊരു മീഡിയയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം പരാമർശിക്കാറുള്ളൊരു കാര്യം, ഒരിക്കലും ഒരു കഥയോ ഒരു നോവലോ നമുക്ക് അങ്ങ് സിനിമയാക്കാൻ പറ്റില്ല. സിനിമ സത്യത്തിൽ വേറൊരു ഫോമാണത്. അപ്പോൾ ആ ഫോം ഡിമാൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളും കൂടി അതിൽ ഉൾപ്പെടുമ്പോഴുള്ള അതൊരു നല്ല സിനിമയാവുന്നുള്ളൂ. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഈ എഴുത്തുകാരൻ്റെ അവകാശം പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്? എനിക്കൊന്ന് 2-3 കാര്യമുണ്ട്. ഒന്ന്, ജനറൽ ലെവലിൽ നമ്മളിത് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു എഴുത്തുകാരന് 2 അവകാശങ്ങളാണ് ഈ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ റിലവൻ്റ് ആയിട്ടുള്ളത്. ഒന്ന്, റൈറ്റ് ഓഫ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കോപ്പി റൈറ്റ് ലോയിലൂടെ നൽകുന്ന എക്സ്ക്ലൂസീവ് റൈറ്റ്സിൽ ഒന്നാണ്. അതൊരു എക്കണോമിക് റൈറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് കൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സെക്ഷൻ 57 ഓതർ സ്പെഷ്യൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ഒരു അഡീഷണൽ റൈറ്റ് കൊടുത്തിരിക്കുന്ന റൈറ്റ് ഓഫ് ഇൻറ്റഗ്രിറ്റി. അതായത് ഇഫ് എനിവൺ ഡിസ്റ്റോർട്ട്സ് ഓർ മ്യൂട്ടിലേറ്റ്സ് യുവർ വർക്ക് വിച്ച് ഈസ് പ്രിജുഡീഷ്യൽ ടു യുവർ റെപ്യൂട്ടേഷൻ ഓർ ഓണർ, അത് ഒരു ഈ പറയുന്ന പോലെ കോപ്പി റൈറ്റ് ലോയുടെ വയലേഷനായിട്ടാണ് സെക്ഷൻ 57 പറയുന്നത്. ഇപ്പം നേരത്തെ ജെയിംസ് ഏട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പം ജെയിംസ് ഏട്ടൻ നിൽക്കുന്ന ആശയങ്ങൾക്കെതിരായിട്ടാണ് ഈ ആവിഷ്കാരം വരുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ശക്തമായ അതിനകത്ത് പറയുന്ന പോലെ മറുപടി സെക്ഷൻ 57 ഉപയോഗിക്കുക, ഇത് എൻ്റെ റൈറ്റ് ഓഫ് ഇൻറ്റഗ്രിറ്റിയെ വയലേറ്റ് ചെയ്തു എന്നുള്ള ഇത് ഈ പറയുന്ന പോലെ ആർഗ്യുമെൻ്റ് വെക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ജെയിംസ് ഏട്ടൻ ഒരുപക്ഷെ ദുഃഖം ഉണ്ടാകാവുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു വർക്ക് ഒരു എഡ്യൂക്കേഷണൽ യൂസിൻ്റെ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർലി എക്സംപ്റ്റഡ് ആണ് ഈ പറയുന്ന പോലെ കോപ്പി റൈറ്റ് വയലേഷൻ. അപ്പോൾ നേരത്തെ ഈ പറയുന്ന പോലെ ഇൻസിഡൻറ്റ് നറേറ്റ് ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞത് ഏതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മത്സരം എന്ന് പറയുമ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ പറ്റുമോ? പക്ഷേ അതിൻ്റെ ഞാൻ അതിന് ചോദിക്കുന്ന അതിൻ്റെ നൈതികത മാത്രമാണ്. നമുക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉള്ള ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നൂലേണി എന്ന് പറഞ്ഞ കഥ ഒരു
പേരിൽ ഒരു കഥ എഴുതി പ്രസിദ്ധീകരിച്ചു. ഇതിന് ശേഷമാണ് ഞാൻ ഇത് അറിയും. സത്യത്തിൽ സേതു നമ്മുടെ പ്രിയങ്കരനെ അദ്ദേഹം ഒരു നൂലേണി എന്നും പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര, പക്ഷേ അത് എനിക്കറിയത്തില്ല. പിന്നീട് ഒരാൾ ചൂണ്ടിക്കാണിച്ചു. അപ്പം ഞാൻ പിന്നെ അദ്ദേഹത്തിന് ഞാനിങ്ങനെ മെസ്സേജ് എഴുതി, എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ അദ്ദേഹം, അയ്യോ ജെയിംസ് അതിനെന്തേ, പേരുകൾ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ജെയിംസ് ആയതുകൊണ്ട് ഇത് പറഞ്ഞു, ഇങ്ങനെ അല്ലാതെ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് എന്ന് പറഞ്ഞു. അത് വലിയൊരു പ്രശ്നമല്ല, അത് നമ്മൾ അറിയാതെ ചെയ്യുന്നത്. പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മളിത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നീട് അദ്ദേഹത്തിന് എന്നെ വിളിക്കേണ്ട കാര്യവും പറയേണ്ട കാര്യവും ഇല്ലല്ലോ. എത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല, ഇതിനകത്ത് നീതിയുടെ വശങ്ങളുണ്ട്, നിയമപരമായ വശങ്ങളുണ്ട്. അതിൽ നിയമപരമായ വശത്തു നിന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളത് ചർച്ചയുടെ ആദ്യം തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളെപ്പോഴും കോപ്പിറൈറ്റ് ലോയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവിൽ നമ്മൾ സൃഷ്ടാതാക്കളുടെ ഈ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ കോപ്പിറൈറ്റ് ലോയിൽ ഈ പറയുന്ന പോലെ സമൂഹത്തിനും ഈ പറയുന്ന പോലെ യൂസേഴ്സിന് വളരെയധികം റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന കാര്യങ്ങളിലൊന്നാണ് എഡ്യൂക്കേഷണൽ യൂസ്. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന ഒരു നാടകമാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാവാനാണ് കൂടുതലും സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിൽ ഒരു പക്ഷേ നമുക്ക് ജെയിംസായിട്ട് ദുഃഖം ഉണ്ടാകാവുന്ന റിസൾട്ടായിരിക്കും അവിടെ വരിക. പക്ഷേ ജനറലി ഈ പറയുന്ന പോലെ ഓതേഴ്സിൽ ഈ പറഞ്ഞ റൈറ്റ് ഓഫ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്ട്രോങ് റൈറ്റ് ഉണ്ട്. ഈവൻ റൈറ്റ് ഓഫ് ഇൻറ്റഗ്രിറ്റിയും ഒരു വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ശക്തമായിട്ട് ഉള്ളൊരു റൈറ്റാണ്. അല്ല, അത് ഒരു പ്രസാധകൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്നും അവർക്ക് എടുക്കാം. അവിടെ ഒരു കോപ്പി അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഈ പറയുന്ന ഒരു ന്യൂആൻസ് ആണ്. ഇപ്പം നമ്മൾ ഈ സെക്ഷൻ 52 ആണ് ഈ പറയുന്ന പോലെ എക്സെപ്ഷൻസ് ടു ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്നുള്ള ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സെക്ഷൻ തുടങ്ങുന്നത് തന്നെ ഇറ്റ് ഷാൽ നോട്ട് ബി ആൻ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഇഫ് ദെൻ ഇറ്റ് ഈസ് ലിസ്റ്റിംഗ് ദ ഫാക്ടേഴ്സ്. അപ്പം ആ ഒരു ഇതിനകത്ത് വരുന്നൊരു ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇൻഫ്രിഞ്ച്മെന്റ് എന്നുള്ളത് ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നിയമം എടുക്കുന്നത്. അപ്പോൾ അഡാപ്റ്റേഷനിൽ ഇപ്പം എഴുത്തുകാരൻ ഉദ്ദേശിക്കാത്ത ഒരു തലത്തിലേക്ക് ഇത് പോയെങ്കിലോ അവിടെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആർഗ്യൂ ചെയ്യാവുന്നത് ഈ സെക്ഷൻ 57-ലെ ആ റൈറ്റ് ഓഫ് ഇൻറ്റഗ്രിറ്റി ആണ്. റൈറ്റ് ഓഫ് അഡാപ്റ്റേഷൻ എന്നുള്ളത് എന്തായാലും നടക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക് അവിടെ ഉള്ളത്. സെക്ഷൻ 57-ൽ എത്രമാത്രം ഈ 52 എക്സെപ്ഷൻസ് ആപ്ലിക്കബിൾ ആവും എന്നുള്ളത് നമുക്ക് ഈ ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് കേസുകൾ ഉണ്ടായിട്ടില്ല. അതാണ് അതിനകത്തെ പ്രധാന വശം. അപ്പം ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെ മുഴുവൻ എടുത്തിട്ട് ഞാനൊരു പുതിയ നോവൽ എഴുതിയെന്ന് വിചാരിക്കാം, എന്തായിരിക്കും അതിൻ്റെ കോൺസിക്വൻസസ്? അഗെയിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കോപ്പിറൈറ്റിലെ വിഷയങ്ങളെ പോലെ ഇതും ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വിഷയമാണ്. എല്ലാ കഥാപാത്രങ്ങൾക്കും കോപ്പിറൈറ്റ് ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. ചില കഥാപാത്രങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ മിക്കി മൗസിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നു, അവർക്ക് ഒരു പക്ഷേ കോപ്പിറൈറ്റ് ഉണ്ടാകും. പൊതുവിൽ ഈ പറയുന്ന പോലെ കോടതിയിൽ എടുക്കുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡീലിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ വരാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക, എല്ലാ ക്യാരക്ടേഴ്സിനും ഒരിക്കലും കിട്ടില്ല. നമ്മളിപ്പോൾ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ സിനിമയിൽ ചിലപ്പോൾ ഒരു 50 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ ഒരു ക്യാരക്ടറിനായിരിക്കും ഈ പറയുന്ന പോലെ കോപ്പിറൈറ്റിൻ്റെ ആ ഒരു ത്രെഷോൾഡ് ലെവൽ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുതന്നെയാണ് നോവലിലെ അവസ്ഥ. നോവലിൽ ഒത്തിരി കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിനെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്താൽ, പേര് ഉപയോഗിക്കാം, പല കാര്യങ്ങൾ ഉപയോഗിക്കാം, ഇമിറ്റേറ്റ് ചെയ്താലും പ്രത്യേകിച്ച് അതിനകത്ത് റെമഡീസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ കോപ്പിറൈറ്റ് ത്രെഷോൾഡ് മീറ്റ് ചെയ്യുന്ന ക്യാരക്ടർ ഈ പറയുന്ന പോലെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതിനകത്ത് ഏറ്റവും നല്ല ഉദാഹരണം ജെയിംസ് ബോണ്ട് സിനിമകളാണ്. ജെയിംസ് ബോണ്ട് സിനിമ പലർക്കും അറിയാവുന്നതുപോലെ ഒരേ നടനല്ല പലതവണ ആക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ജെയിംസ് ബോണ്ടിൽ ഒരു കോപ്പിറൈറ്റ്, ആ ക്യാരക്ടറിൽ ഒരു കോപ്പിറൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നടൻ വേണേൽ മാറാം, പക്ഷേ ആ കോപ്പിറൈറ്റ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുള്ള കോംപ്ലക്സിറ്റിയാണ് അവിടെ കാണുന്നത്. അതുമാതിരി ഒരുപാട് ജെയിംസിൻ്റെ ഒരുപാട് നാടകങ്ങൾ, അല്ല നോവലുകൾ ഓഡിയോ ബുക്കുകളായിട്ടുണ്ട്. ഓഡിയോ ബുക്കുകളായിട്ട് മാത്രമല്ല, ഞാൻ തന്നെ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിന് പകരം യാത്രക്കിടയ്ക്കൊക്കെ കേട്ടിട്ടൊക്കെയാണ് പുസ്തകങ്ങൾ പലതും വായിച്ചിട്ടുള്ളത്. അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. അതങ്ങനെ പിന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പുസ്തകങ്ങൾ കേൾക്കുന്നു. അപ്പോൾ വ്യാപകമായിട്ട് ആളുകൾ ഓഡിയോ ബുക്കുകൾ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ഈ ഓഡിയോ ബുക്കിൻ്റെ റൈറ്റ് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇത് എനിക്ക് തന്നെ സ്വയം ചിരി തോന്നുന്ന ഒരു കാര്യമാണത്. കാരണം നമുക്കറിയാമല്ലോ, ഞാൻ പറയുകയാണ്, റോയൽറ്റി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വരുന്നതിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് നമ്മുടെ ഹാർഡ് ബൗണ്ട് കോപ്പീസ് വായിക്കുന്നതിൻ്റെ ഒരു 1% പോലും ഓഡിയോ ബുക്സിൻ്റെ എനിക്ക് കിട്ടാറില്ലെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു പോകാം, എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഡിയോ ബുക്കിൻ്റെ, ഇത് ഞാൻ ജനറലായിട്ട് പറയുന്നതാണ് കേട്ടോ, ആരുടെയെങ്കിലും വെച്ച് എവിടെയാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും സ്ഥിതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ അങ്ങനെ ഒരു ഓഡിയോ ബുക്കായിട്ട് ഇറക്കിയിട്ട് ഒരു എഴുത്തുകാരൻ എന്താണ് അതിൽ നിന്ന് ലഭിക്കാനുള്ളതെന്ന് ചിന്തിച്ചു പോകാം, ആൾക്കാരിലേക്ക് ഇത് എത്തുന്നു. അപ്പം ഇപ്പോഴും എനിക്കതിൻ്റെ ഒരു എൻ്റെ അജ്ഞത കൊണ്ടായിരിക്കാം. ഞാൻ ചിലപ്പം പ്രസാദകരോടും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുക ഒരു എഴുത്തുകാരന് എന്നുള്ള ഇപ്പോഴും ആ കൺഫ്യൂഷൻ എനിക്കുണ്ട്.
പല എഴുത്തുകാർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കൂടുതൽ പറയുവാനായിട്ട് പറ്റും. ഇല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് എഴുത്തുകാർ പലപ്പോഴും ഈ ഒരു വിഷയം ശ്രദ്ധിക്കാറില്ല. നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു വിരലിലെണ്ണാവുന്ന ഓതേഴ്സിനെ മാത്രമേ എനിക്കറിയുള്ളൂ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് പറയും, ഇല്ല ഓഡിയോ റൈറ്റ്സ് ഞാൻ കൊടുക്കില്ല, മറ്റേ പ്രിൻറ്റിനുള്ള റൈറ്റ്സ് വേണമെങ്കിൽ ഞാൻ തരാം, അതും ഇത്ര സമയത്തേക്ക് ഞാൻ വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ തരില്ല എന്നുള്ള ഒരു വളരെ കൃത്യമായ നിലപാടെടുക്കുന്നവർ. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു എഴുത്തുകാരനാണെങ്കിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ആ കോൺട്രാക്റ്റിൽ ഈ പറയുന്ന പോലെ ഓഡിയോ റൈറ്റ്സ് സ്പെസിഫിക്കലി കവേർഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കൂടുതലായി നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ഓതേഴ്സിൽ കാണുന്നത് അവർ പലപ്പോഴും ആ സെയിം പബ്ലിഷർക്കല്ല ഈ പറയുന്ന പോലെ ഓഡിയോ റൈറ്റ് കൊടുക്കുന്ന, ഒരു പക്ഷേ അവരത് വ്യത്യസ്ത ആളുകൾക്കായിരിക്കും. അതായത് പ്രിൻറ്റിന് ഒരാൾക്കായിരിക്കും കോപ്പി റൈറ്റ്, ഓഡിയോ ബുക്കിന് വേറൊരാൾക്കായിരിക്കും. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ഈ യുവാൽ ഹെറാറിയെ മിക്കവർക്കും ഇവിടെ അറിയാവുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം നെക്സസ് എന്നുള്ളത് ഒന്ന് നോക്കിയാൽ മതി. അതിനകത്ത് പ്രിൻറ്റിൻ്റെ കോപ്പി റൈറ്റ് അദ്ദേഹം തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഓഡിയോ ബുക്സിൻ്റെ കോപ്പി റൈറ്റ് അദ്ദേഹം പെൻഗുന് കൊടുത്തിരിക്കുകയാണ്. അപ്പം അതൊരു ഉദാഹരണമാണ്. തിരിച്ചും വേണമെങ്കിൽ സംഭവിക്കാം, പ്രിൻറ്റിന് വേണമെങ്കിൽ പെൻഗുന് കൊടുക്കാം, പക്ഷേ ഓഡിയോ റൈറ്റ്സ് വേണമെങ്കിൽ ആമസോൺ ഓഡിബിളിന് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പം അത്തരമൊരു എന്താ പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു നെഗോഷിയേഷനാണ് ആവശ്യം. പക്ഷേ അവിടെയും നമ്മുടെ ഈ പറയുന്ന പോലെ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ പുതുതായിട്ട് എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നവർക്ക് വേണ്ട പോലെ ബാർഗെയിൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഒരു ശക്തമായ ഒരു ഓതേഴ്സ് ഗിൽഡ് പോലെ, US-ലെ ഓതേഴ്സ് ഗിൽഡ് പോലെ എഴുത്തുകാരുടെ സംഘടന അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിൻ്റെ സംഘടന അങ്ങനെ ഒരു ഇത് രൂപപ്പെട്ടാൽ മാത്രമേ ഇത്തരം ഇഷ്യൂസിൽ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞതുപോലെ എന്നോട് സെപ്പറേറ്റ് ആയിട്ട് ഓഡിയോ റൈറ്റ്സ് മാത്രമായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വേറൊരു വസ്തുതയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ പിന്നെ പുസ്തകം ഒരാൾ പ്രിൻ്റ് ചെയ്യുകയും ഓഡിയോ വേറെ ആൾ ചെയ്തിട്ടുള്ളതും ധാരാളം പുസ്തകങ്ങളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിലപ്പോൾ MTയുടെ കഥകൾ മുഴുവൻ എൻ്റെ ഓഡിയോ റൈറ്റ് വേറെ ആളുകൾ ചെയ്തിട്ടുണ്ട്, അവരുടെ വേറെ പ്രൊഡക്ഷൻസ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ തരത്തിലും കണ്ടിട്ടുണ്ട് പഴയ പുസ്തകങ്ങളിലൊക്കെ. പക്ഷേ പുതിയ കോപ്പി റൈറ്റ് ഒന്നിച്ച് കൊടുക്കുന്ന സമയത്ത് പുതിയ പുസ്തകങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്നിച്ചിട്ട് തന്നെ റൈറ്റ് കൊടുക്കേണ്ടി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ സത്യത്തിൽ ഈ നമ്മൾ ഈ പകർപ്പവകാശത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ പകർത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പകർത്താൻ തുടങ്ങിയപ്പോൾ മുതൽക്കാണ് ഈ അവകാശം വരാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചത് മുതൽക്കാണ് ഈ അവകാശത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അതുവരെ ഈ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. അപ്പോൾ സാങ്കേതികവിദ്യയാണ് സത്യത്തിൽ ഈ നിയമങ്ങളെ മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാങ്കേതികവിദ്യ വരുമ്പോൾ അതിന് അനുയോജ്യമായ നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ സാങ്കേതികവിദ്യയുടെ വേഗത വളരെ കൂടുതലാണ്. ഒരു 500 വർഷത്തെ പഴക്കം പ്രിൻറ്റിങ്ങിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്ക് ഉണ്ടെങ്കിൽ ഇപ്പം 10 വർഷം 5 വർഷം 2 വർഷം 1 വർഷത്തിലേക്കൊക്കെയാണ് ഈ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. നിയമത്തിന് വളരാനുള്ള സമയം കിട്ടാത്ത രൂപത്തിലാണ്. അപ്പോൾ ആ വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു PDF പുസ്തകങ്ങൾ PDF ആയിട്ട് ഇങ്ങനെ വാട്സപ്പിലേക്ക് ഓടി നടക്കാറുണ്ട്. ഇതൊരു ഡിജിറ്റൽ ഫോർമാറ്റാണ്. ഈ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ഇത് വരുന്നതോട് കൂടിയിട്ട് പ്രസാധകനും അതിൻ്റെ കയ്യിൽ കൺട്രോൾ ഇല്ലാതെ പോകുന്നു, എഴുത്തുകാരനും കൺട്രോൾ ഇല്ലാതെ പോകുന്നു. ഇതെങ്ങനെയാണ് നിയമം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളൊരു പ്രിൻറ്റിനെ ഡിജിറ്റലായി നമ്മൾ കൺവേർട്ട് ചെയ്തത് ഡിസമിനേറ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള റൈറ്റ് വയലേഷൻസ് അവിടെ വരാം. ഒന്ന് റൈറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രൽ റൈറ്റാണ് കോപ്പിറൈറ്റ് ഹോൾഡറുടേത്. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ദ പബ്ലിക് എന്ന് പറയുന്നതും ഒരു റൈറ്റാണ്. അപ്പം ഒരു ഈസി ആൻസർ ഇതിന് നൽകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു PDF അല്ലെങ്കിൽ അത്തരം ഏത് ഡിജിറ്റൽ ഫോർമാറ്റിൽ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുമ്പോഴും അത് കോപ്പിറൈറ്റിൻ്റെ ലംഘനമാവാം. പക്ഷേ ആ ഒരു ഈസി ആൻസറിന് അപ്പുറം ഒരുപക്ഷെ നമ്മൾ പോവേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സെക്ഷൻ 52-ൽ നമ്മളൊരു ലോങ് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന പോലെ എക്സെപ്ഷൻസ് ടു ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്നുള്ളത്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, എഡ്യൂക്കേഷണൽ യൂസ് എക്സെപ്ഷനാണ്. അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ യൂസ് എക്സെപ്ഷൻ്റെ കോണ്ടെക്സിലാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ പരിധിവരെ ഇത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഞാനൊരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ ആ ഒരു PDF കോപ്പി എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായി ഡിസമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്രിഞ്ച്മെൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ആ പറയുന്ന പോലെ ജനറൽ പ്രിൻസിപ്പിളിൽ നിന്ന് ഇവിടെ ഡീവിയേറ്റ് ചെയ്യണം. പക്ഷേ അവിടെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ കോപ്പിറൈറ്റ് ആക്ടിലെ എഡ്യൂക്കേഷണൽ യൂസ് എക്സെപ്ഷൻ എന്നുള്ള പ്രൊവിഷൻ പ്രകാരമാണ്. ഈ 52-ൽ ഒരു ഫെയർ ഡീലിംഗ് എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ ഉണ്ട്. അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഫെയർ ഡീലിംഗ് ഫോർ ദ പർപ്പസ് ഓഫ്, അതിനകത്ത് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓർ പേഴ്സണൽ യൂസ് എന്നുള്ളതാണ്.
അപ്പോൾ അതിനകത്ത് 2 ക്വാളിഫിക്കേഷൻസ് ആണുള്ളത്. ഒന്ന്, നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യണം ഇതൊരു പ്രൈവറ്റ് അല്ലെ പേഴ്സണൽ യൂസ് ആണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഫെയർ ഡീലിംഗ് ആണെന്നുള്ളതും ഈ പറയുന്ന പോലെ കോടതിയുടെ മുന്നിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു കോടതി ഒരു പക്ഷേ പ്രത്യേക സാഹചര്യങ്ങളിൽ പറഞ്ഞേക്കാം ഈ പറയുന്ന ആ ഒരു PDF കോപ്പി ഉപയോഗിച്ചത് ഒരു ഫെയർ ഡീലിങ്ങിൽ കവേർഡ് ആണെന്നുള്ളത്. പക്ഷേ അഗൈൻ ഈ പറയുന്ന പോലെ ഒത്തിരി സാഹചര്യങ്ങളിൽ കണക്കെടുത്താണ് കോടതി ഇതൊരു ഫെയർ ഡീലിംഗ് ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയുക. അതുപോലെ തന്നെ അത് വളരെ പ്രവീണ സൂചിപ്പിച്ചു തന്നെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. ഇപ്പം കാഴ്ച പരിമിതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ളവർക്കും നമ്മളുടെ കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കൃത്യമായ എക്സെപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 52(1)(z)(b)യിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ ജെയിംസ് സാറിൻ്റെ പുസ്തകം ഈ പറയുന്ന പോലെ ഈ പ്രിന്റ് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ ഇല്ല എന്ന് വിചാരിക്കുക. ഏതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു ഓർഗനൈസേഷനും ആ വർക്കിനെ ഒരു ആക്സസിബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാമെന്ന് വളരെ കൃത്യമായിട്ട് സെക്ഷൻ 52(1)(z)(b)യിൽ പറഞ്ഞിട്ടുണ്ട്. ഓഫ്കോഴ്സ് അവിടെ സൗജന്യമായിട്ടും ചെയ്യേണ്ട ആവശ്യമില്ല, അതിനകത്ത് കോസ്റ്റ് റിക്കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാമെന്ന് തന്നെയാണ് 52(1)(z)(b)യിൽ പറയുന്നത്. പക്ഷേ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക, അവർക്കും ചെയ്യാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു കമ്പൽസറി ലൈസൻസ് എടുക്കേണ്ടി വരും. അതും കൃത്യമായിട്ട് സെക്ഷൻ 31-ൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയും പല എക്സെപ്ഷൻസ് ഇതിനകത്ത് ആപ്ലിക്കബിൾ. ഓഡിയോ ഫോർമാറ്റിലോ അല്ലെങ്കിൽ ബ്രെയിലി ഫോർമാറ്റിലോ ഏത് ആക്സസിബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാം. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാത്ത നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ 1-2 ബ്ലൈൻഡ് സ്കൂളുകൾ ഒഴിച്ച് എൻ്റെ അറിവിൽ കേരളത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ആ ഒരു ലീവേ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പല കുട്ടികൾക്കും കാഴ്ചപരിമിതിയുള്ള പല കുട്ടികളും നമ്മുടെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ട്. പക്ഷേ ഈ സെക്ഷൻ 52(1)(z)(b) പ്രകാരം നൽകിയിരിക്കുന്ന ആ ഒരു അവകാശം എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ പുസ്തകങ്ങളെ സംബന്ധിച്ച് റിട്ടേൺ അഗ്രിമെൻ്റ് ഇല്ലാത്ത കേസിൽ ഈ കോപ്പിറൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എഴുത്തുകാരൻ ഒരു റിട്ടേൺ അഗ്രിമെൻ്റ് ഇല്ലാതെ ഒരു പബ്ലിഷർക്ക് ഒരു പുസ്തകം കൊടുത്തു. അയാൾ ഒരു 200 കോപ്പി അല്ലെങ്കിൽ 250 കോപ്പി അച്ചടിക്കുന്നു. അത് കഴിഞ്ഞ് അയാൾ പറയണം ഞാനിത് അച്ചടിക്കുന്നില്ല. ഇപ്പോൾ റിട്ടേൺ അഗ്രിമെൻ്റ് ഇല്ല, 250 കോപ്പി അടിച്ചു, അയാൾ ഇനി അച്ചടിക്കുന്നില്ല. അത് അതേ സാധനം അതേ ലേ ഔട്ട് തന്നാൽ എഴുത്തുകാരൻ അടിച്ചോളാമെന്ന് പറഞ്ഞാൽ അത് തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ എന്താണ് കോപ്പിറൈറ്റ് ഈ നിയമത്തിനകത്ത്? തീർച്ചയായിട്ടും. അപ്പം ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മൾ കോപ്പിറൈറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലൊന്ന് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണെന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതുന്നോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുന്നോ ഒന്നുമില്ല, ഈ ചർച്ചയെക്കുറിച്ചൊരു സമ്മറി എവിടെ നിന്ന് എഴുതുന്നു എന്ന് വിചാരിക്കുക. ആ സമ്മറി ഇമ്മീഡിയറ്റ് ആയിട്ട് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷനിലേക്ക് വരികയാണ്. നിങ്ങളാണ് അതിൻ്റെ കോപ്പിറൈറ്റ് ഓണർ. അത് വേറെ ആരെങ്കിലും അനുമതി ഇല്ലാതെ പ്രസിദ്ധീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ പകർപ്പവകാശ ലംഘനമായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ എഗ്രിമെൻ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റേ സൈഡിൽ നിന്ന് പ്രൂവ് ചെയ്യാണ് ഇല്ല, അനുമതി ഉണ്ടായിരുന്നു, ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ തമ്മിൽ കൃത്യമായ വാക്കാൽ ധാരണയുണ്ടായിരുന്നു, ഇന്ന സാക്ഷികളുണ്ട്, ഇന്ന സാഹചര്യങ്ങളും ഇതിന് തെളിവാണെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മാറും. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. എഗ്രിമെൻ്റ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ളത്. അപ്പോൾ എഗ്രിമെൻ്റ് ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാം ഈ പറയുന്ന പോലെ സാഹചര്യ തെളിവുകളും സാക്ഷി തെളിവുകളും അനുസരിച്ചിട്ടിരിക്കുമോ, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളത്. പക്ഷെ നേരത്തെ അതിനകത്ത് പ്രത്യേകമായി സൂചിപ്പിക്കുക, അതായത് 1 ലക്ഷം പ്രിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ പ്രിൻറ്റ് ചെയ്തില്ല എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. അത് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായി ഇത് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ് ഒരു കോടതിക്ക്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ആർട്ടിക്കിൾ സെക്ഷൻ 18 എന്ന് പറയുന്നതാണ് ഈ അസൈൻമെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ്. അവിടെ പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ പരിധി സമയത്തിനുള്ളിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സൃഷ്ടാവിലേക്ക് ആ വർക്ക് തിരിച്ചു വരും എന്നുള്ളൊരു വളരെ കൃത്യമായിട്ട് 1 year ആണ് ടൈം പീരീഡ് കൊടുത്തിരിക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഹലോ, എനിക്ക് ജെയിംസ് സാറോടാണ് പറയാനുള്ളത്. പിന്നെ ജെയിംസ് സാറിൻ്റെ ആൻറ്റി ക്ലോക്കൊക്കെ ഞാൻ സ്റ്റോറി ടെല്ലിലാണ് കേട്ടത്. അതുകൊണ്ട് അത് ഒത്തിരി ആൾക്കാർ റീച്ച് ആവുന്നില്ല എന്നുള്ളത് ശരിയല്ല. പക്ഷേ എഴുത്തുകാരൻ്റെ റോയൽറ്റി അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല. അത് ഞങ്ങൾക്ക് വായനക്കാർക്കും കേൾവിക്കാർക്കും അതൊരു പ്രശ്നമല്ല. പിന്നെ വേറൊരു പ്രശ്നം, നിങ്ങളുടെ ആൻറ്റി ക്ലോക്ക് ഈ ബൈബിള് ആയിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല, എനിക്ക് ബൈബിളിൻ്റെ ആ സാഹചര്യം അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബൈബിളും ഈ കോപ്പിറൈറ്റും തമ്മിൽ എന്തെങ്കിലും അതാണ്, തമാശയാണ്. ഓക്കെ, അടുത്ത ചോദ്യം എവിടെയെങ്കിലും. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഓരോ എപ്പിസോഡ് നോൺ ഫിക്ഷൻ ബുക്സിൻ്റെ ഒരു ഫേമസ് നോൺ ഫിക്ഷൻ ബുക്കിൻ്റെ മെയിൻ പോയിന്റ്സ് ഒരു 10-20 മിനിറ്റ് കവർ ചെയ്യുക. ഈച്ച് എപ്പിസോഡ് ഇസ് കവറിങ് ദ മെയിൻ പോയിന്റ്സ് ഓഫ് എ നോൺ ഫിക്ഷൻ ബുക്ക് ലൈക്ക് മോട്ടിവേഷണൽ ബുക്ക്. അത് ചെയ്യാനൊക്കെ അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടോ, അതോ പെർമിഷൻ ചോദിക്കേണ്ടി വരുമോ? അതിനെപ്പറ്റി
ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് നേരത്തെ ഞാൻ ആ പറഞ്ഞ ഐഡിയ എക്സ്പ്രഷൻ ഡൈക്കോട്ടമി, അതായത് ആശയങ്ങൾ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ള ആ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓർക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ബുക്കിനെ 10 പോയിന്റ്സിൽ സമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന ആ ബുക്കിലെ ആശയമാണ് നമ്മൾ എടുക്കുന്നത്, അതിനകത്ത് സ്പെസിഫിക് എക്സ്പ്രഷൻ അല്ല എടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ബുക്കിലെ ആ പേജുകളെല്ലാം നേരെ അങ്ങ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കളി മാറും. പക്ഷേ നമ്മളിപ്പോൾ അതിനെ സമ്മറൈസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമാണ്. അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ജനറൽ ആയിട്ടുള്ളത്. നിങ്ങൾ യൂട്യൂബിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ ഇതാണ് ഈ ജനറേറ്റ് എയുടെ കോണ്ടെക്സ്റ്റിലും വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഡീപ് സീക്കിലോ ചാറ്റ് GPT-ലോ ഗീവ് എ സമ്മറി ഓഫ് ഓൾ ദ ബുക്സ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബുക്ക് ഓഫ് വിജയ് വർഗീസ് എന്ന് കൊടുത്താൽ, വിജയ് ജെയിംസ് എന്ന് കൊടുത്താൽ അത് സമ്മറൈസ് ചെയ്യും. അപ്പോൾ ആ സമ്മറി എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് വയലേഷൻ ആണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പം ഈ പറഞ്ഞ ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഇപ്പം ലിറ്റിഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണെങ്കിൽ ഏകദേശം 30ഓളം ലിറ്റിഗേഷൻസ് ഈ ഒരു പോയിന്റിലുണ്ട്. ഇന്ത്യയിലും ഈ അടുത്തയിടയ്ക്ക് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, ഡൽഹി ഹൈക്കോടതിയിൽ. ഞാൻ അതിനകത്തൊരു അമിക്കസ് ക്യൂറിയാണ്, അതുകൊണ്ട് അതിനകത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇൻ എ നട്ട്ഷൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ആശയങ്ങൾ മാത്രമാണ് കൺവേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ജനറൽ പ്രിൻസിപ്പിൾ കോപ്പിറൈറ്റ് ലോയിലേത്. അതിനകത്തൊരു കോപ്പിറൈറ്റ് ലംഘനം ഇല്ല എന്നുള്ളതാണ്. ഈ നമ്മളിപ്പോൾ ഖസാക്കിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇൻ്റർ ടെക്സ്ച്വാലിറ്റി എന്നൊരു ഇത് ഇപ്പം പൊതുവെ എഴുത്തുകാർ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം, ഇപ്പോൾ ഉരുളക്കിഴങ്ങ് തിന്നുന്ന പറഞ്ഞ ചിത്രത്തെ ആസ്പദമാക്കി നാളത്തെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട്. സന്തോഷ് കുമാറിനാണ്, സന്തോഷ് ചിക്കാനത്തിനാണ് തോന്നുന്നു, സുഭാഷ് ചന്ദ്രൻ അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട്, ഇപ്പോൾ ഖസാക്ക് എന്ന് പറയുന്ന ഗ്രാമം തന്നെ ഒ വിജയൻ്റെ സൃഷ്ടിയാണ്, അതിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ ആ കഥാപാത്രങ്ങളെയും ആ പശ്ചാത്തലത്തെ ഉപേക്ഷിച്ചുകൊണ്ട് രവിയുടെ മരണത്തിന് ശേഷമുള്ള കഥ പറയുന്ന ചില ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ ഇതിനകത്ത് വരിക? അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കഥാപാത്രങ്ങൾക്കും കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ലഭിക്കില്ല. എത്രമാത്രം അതെ, അതിനകത്ത് ഏറ്റവും പ്രധാന കഥാപാത്രങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഒരു എന്താ പറയുക ലെറ്റ്സ് പ്രസ്യൂം അത് കോപ്പിറൈറ്റിലാണെന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വയലേഷൻസ് സാധ്യമാണ്. മനസ്സിലായി? ഒരു ഫാൻ ഫിക്ഷനായിട്ട് കാണണോ അതോ ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റ് വർക്കായിട്ട് കാണണോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. ഇപ്പം ഹാരി പോട്ടർ അഗൈൻ ഒരു ഇൻ്റർനാഷണൽ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ, ഹാരി പോട്ടറിനെ കുറിച്ച് ഒത്തിരി ഫാൻ ഫിക്ഷൻസ് വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ജെ.കെ. റോളിങ്ങോട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ് എഴുതിയത്. ഓഫ്കോഴ്സ് ജെ.കെ. റോളിങ്ങിന് അതിനകത്ത് സങ്കടങ്ങളുണ്ടാവാം, പക്ഷേ എല്ലാ ഫാൻ ഫിക്ഷനും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ചില ഇതിൽ സാധിക്കും, പക്ഷേ ഏതിലാണെന്നുള്ളത് ഈ പറയുന്ന പോലെ എങ്ങനെ ആ ഇത് കഥാപാത്രത്തെ പിന്നീട് ഉപയോഗിച്ചു എന്നുള്ളതിനനുസരിച്ചിട്ടും കൂടെ ഇരിക്കും. സാർ, ഒരു കോപ്പിറൈറ്റിനെ കുറിച്ചൊരു ഡൗട്ട് ചോദിക്കാനാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇളയരാജയുടെ ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. അപ്പം എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ പൈസ മുടക്കി മ്യൂസിക് ഡയറക്ടറിനെ കൊണ്ടൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും അതിൻ്റെ കോപ്പിറൈറ്റ് ഉണ്ടാവുക? പ്രൊഡ്യൂസർ ആയിരിക്കുമോ അല്ലെങ്കിൽ ആ മ്യൂസിക് ഡയറക്ടറിനായിരിക്കുമോ? അതൊരു ഡൗട്ട്. പിന്നെ ഉള്ളത് അതിന് തന്നെ ഇപ്പം ഒരു കോപ്പറേറ്റ് ലോയിൽ ഇപ്പം മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല, അത് പാട്ട് പാടിയവർക്കും അതിൻ്റെ ലിറിക്സ് എഴുതിയ ആൾക്കും അതിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അവർക്ക് റോയൽറ്റി കിട്ടുമോ അതിനകത്തു നിന്നുള്ള റോയൽറ്റി? അഗൈൻ ഇതൊരു നല്ലൊരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ. അതായത് കോപ്പിറൈറ്റ് ലോ എന്ന് പറയുന്നത് ടെറിറ്റോറിയലാണ്. ഓരോ കോപ്പിറൈറ്റ് ലോയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോപ്പിറൈറ്റ് ലോ പ്രകാരം 2012 വന്നൊരു അമെൻമെൻറ്റ് പ്രകാരം വളരെ കൃത്യമായിട്ട് നമ്മൾ എംഫസൈസ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ ബൈ ഡിഫോൾട്ട് ഈ റെക്കോർഡിംഗ് കമ്പനികളിലേക്ക് റൈറ്റ് പോകില്ല എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇളയരാജ ഒരു മ്യൂസിക് കമ്പോസറാണ്, അദ്ദേഹം ആ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന നിമിഷം തന്നെ അദ്ദേഹത്തിന് ആ കോപ്പിറൈറ്റ് ഉണ്ട്. എനിക്കറിയാവുന്ന മ്യൂസിക് കമ്പോസേഴ്സിൽ ഏറ്റവും അധികം കോപ്പിറൈറ്റ് ലോയെക്കുറിച്ച് അവബോധമുള്ള ആൾ ഇളയരാജയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ അദ്ദേഹം ആ റൈറ്റ് അസൈൻ ചെയ്യാറില്ല റെക്കോർഡിംഗ് കമ്പനീസിന്, അദ്ദേഹം റീറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു അവസരത്തിൽ എത്ര പൈസ ഇളയരാജയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, റെക്കോർഡിംഗ് കമ്പനികളിലേക്ക് ആ അവകാശം വരില്ല. ആർക്കെങ്കിലും ആ വർക്ക് സബ്സിക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ച് ഇളയരാജയിലേക്ക് തന്നെ ചെന്നെത്തിയേ പറ്റുള്ളൂ. നേരത്തെ ലിറിക്സിൻ്റെ അതാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട, കോപ്പിറൈറ്റിലോട് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പം പലതരം കോപ്പിറൈറ്റുകളുടെ ഒരു സംയോജനമാണ് അവിടെ നടക്കുന്നത്. പ്രത്യേകമായി സൂചിപ്പിച്ചത് ഈ പറഞ്ഞ പോലെ ലിറിസിസ്റ്റിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ലിറിസിസ്റ്റിൻ്റെ കാര്യം പറയുമ്പം അത് സെപ്പറേറ്റ് ആയിരിക്കും. ഒരുപക്ഷെ ഇളയരാജ തന്നെ ആയിരിക്കാം അതിൻ്റെ ലിറിക്സ് എഴുതിയത്, പക്ഷേ ചില സാഹചര്യങ്ങളിൽ വേറെ ആളായിരിക്കും.
വേറെ ആളാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ലിറിസിസ്റ്റിനും അതുപോലെ തന്നെ റൈറ്റ് ഉണ്ട്. അപ്പോൾ സബ്സിക്വൻ്റ് ആയിട്ട് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഇതിലാണല്ലോ ഇത് വന്നത്. മഞ്ഞുമൽ ബോയ്സ് അവരുടെ സിനിമയിൽ ആ പാട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ലിറിസിസ്റ്റിൻ്റെ അടുത്തും പോകണം, ഈ പറഞ്ഞ പോലെ കമ്പോസറുടെ അടുത്തും പോകണം. ആ സൗണ്ട് റെക്കോർഡിങ് അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ആ സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ ഈ പറയുന്ന പോലെ റൈറ്റ് ഹോൾഡേഴ്സിലേക്കും തിരിച്ചു ചെല്ലേണ്ടതുണ്ട്. മഞ്ഞുമൽ ബോയ്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അവർ വോയിസ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം അതിനകത്ത് വോയിസ് റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നില്ല. മാത്രമല്ല എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വശം, ഈ പറയുന്ന പോലെ സിംഗേഴ്സിനുള്ള റൈറ്റ് എന്ന് പറയുന്നത് മറ്റേ അത്രയും ബ്രോഡല്ല. അവർക്ക് ഈ പെർഫോമേഴ്സ് റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് വരുന്നത്. അവരുടെ ഡ്യൂറേഷൻ ഓഫ് പ്രൊട്ടക്ഷനും വളരെ കുറവാണ് ആക്ച്വലി. അത് നമ്മൾ പിന്നീട് ചേർത്തൊരു എന്തെങ്കിലും അവർക്കൂടെ കൊടുക്കണ്ടേ എന്നുള്ളൊരു ഇതിൽ നമ്മൾ കൊടുത്തൊരു സാധനമാണ് ഈ പെർഫോമേഴ്സ് റൈറ്റ്സ്. അപ്പോൾ അവർക്കുള്ള അവകാശങ്ങൾ ഇതിൽ കുറവാണ്. പക്ഷേ ഈ ലിറിസിസ്റ്റിനും കമ്പോസേഴ്സിനും തീർച്ചയായിട്ടും റൈറ്റ്സ് ഉണ്ടാവും. പൊതുവേ നമ്മൾ സമയം അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്നതാണ് ഈ കോപ്പിറൈറ്റിനെ പറ്റി ഇങ്ങനത്തെ വേദികളുടെ അവസരം. ആ അവസരത്തിൽ സംബന്ധിച്ച് വളരെ സൗഹാർദ്ദപൂർവ്വമായി സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. എല്ലാവർക്കും നന്ദി.